ഞാൻ തൃശ്ശൂരിലെ കുതിരാനിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ കാണുവാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. കാടിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗം കാടാണ്, വേറെ വീടുകളോ കടകളോ മറ്റൊന്നുമില്ല. ഈ ക്ഷേത്രം മാത്രമേ അവിടെ ഉള്ളൂ. വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ചെറിയ ചെറിയ കിളികളുടെ സൗണ്ട് അല്ലാതെ വേറൊന്നുമില്ല. അമ്പലത്തിലധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അമ്പലം ഏകദേശം അടയ്ക്കാറായ സമയത്താണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ പൂജ എല്ലാം കഴിഞ്ഞു, നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറേ സ്വാമിമാരെല്ലാം വന്നിരുന്നു. ഏതോ ടൂറിസ്റ്റുകളാണ്, ദൂരെ നിന്ന് എവിടുന്നോ വരുന്ന സ്വാമിമാരായിരുന്നു. ഇതിൽ മലയാളികളുണ്ട്, തമിഴന്മാരുണ്ട്. ഇവിടെ വലിയൊരു സുബ്രഹ്മണ്യൻ്റെ പ്രതിമ ഉണ്ട്. അത് നമ്മൾ അങ്ങനത്തെ പ്രതിമ ഞാൻ അടുത്തൊന്നും വേറെ എവിടെയും കണ്ടിട്ടില്ല. മലേഷ്യയിൽ പോയപ്പോൾ ഒരിക്കൽ കണ്ടിരുന്നു. പക്ഷെ മലേഷ്യയിൽ കണ്ടതിനേക്കാളും ഒരുപാട് വലിപ്പം കൂടിയതാണ്. അതിൻ്റെ ഒരു മോഡലുള്ള പ്രതിമയാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ കുറേയധികം മറ്റുള്ള പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. പുരാണമായിട്ടുള്ള ക്ഷേത്രമാണ്, പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. പടിക്കെട്ടുകൾ കയറിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത്. കുറച്ച് പടികൾ കയറാനുണ്ട്. താഴെ നിന്ന് മുകളിലോട്ട് കുറച്ചധികം പടികൾ കയറാനുണ്ട്. ശാസ്താവല്ലേ, ശബരിമലയിലെ പോലെ മുകളിലാണ് മൂപ്പര് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ക്ഷേത്രം കാണേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ. കാരണം വളരെയധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അതിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് പോയി അവിടെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. പഴമ ഉള്ളൊരു ക്ഷേത്രമാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള ക്ഷേത്രമാണ്. എന്തായാലും ആർക്കെങ്കിലുമൊക്കെ പോകാൻ കഴിയുമെങ്കിൽ പോകുക, കാണുക. അത്രയും ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ. എല്ലാ ദിവസവും 11 മണിക്ക് നട അടയ്ക്കുന്ന പറഞ്ഞത്. പക്ഷേ അന്ന് നട അടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പിറ്റേ ദിവസം 1-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അമ്പലത്തിൻ്റെ പൂജപാത്രങ്ങൾ കഴുകാനും പിന്നെ മുറ്റുമൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ താഴത്താണ് എല്ലാവരും വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്നത്. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങൾ കാറിലാണ് പോയത്. അവിടേക്ക് വേറെ വാഹനങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ റൂട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ച് വരേണ്ടതായിട്ട് വരും. ഓട്ടോ ഒന്നും അങ്ങനെ വരുന്നത് നമ്മൾ കാണാനില്ല. പിന്നെ വേറെ ഇതേപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അവിടം വരെ വഴിയുള്ളൂ. ക്ഷേത്രത്തിൻ്റെ അവിടം വരെ നമുക്ക് പ്രവേശനമുള്ളൂ. പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റാണ്, അവിടേക്ക് അനുവാദമില്ല. പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ. പടിക്കെട്ടുകൾ കയറി പോകുമ്പോൾ ആൾക്കാർ നാളികേരം ഉടയ്ക്കുന്നുണ്ട്. പക്ഷെ ആ നാളികേരം ക്ഷേത്ര ജീവനക്കാരെടുത്ത് കൊണ്ടുപോകണമെന്നില്ല. അതെല്ലാം കുരങ്ങന്മാരെടുത്ത് കൊണ്ടുപോകുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു കുരങ്ങിന് ആരെന്തോ പാക്കറ്റിൽ ബിസ്ക്കറ്റോ കേക്കോ എന്തോ ഇട്ട് കൊടുത്തു. അത് കുറച്ച് നേരം മുന്നേ ഭയങ്കര അടിയായിരുന്നു എല്ലാവരും കൂടെ. ലാസ്റ്റ് ഇതാ ആ പാക്കറ്റ് ഒരാൾ വാങ്ങിച്ചു, അതുമ്മിൽ പിടിച്ചിരിക്കുകയാണ് ഒരാൾ. പിന്നെ ഇപ്പം നാളികേരം തിന്നണ ഒരാൾ.
ഇവിടം വരെ വഴിയുള്ളൂ, ഇതിനപ്പുറത്തേക്ക് കാടാ, ഉൾക്കാടാണ്. അവിടേക്ക് നമുക്ക് പോകാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു വണ്ടി കുറച്ചും കൂടെ പോയിട്ട്. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ മാത്രം പോവുള്ളൂ, നമുക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ലയെന്ന്. ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന വഴിയാണ് കുതിരാനിൽ കൂടെ ഇങ്ങനെ വരുന്നത്. കുതിരാനിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മളിവിടേക്ക്